ആഴക്കടലിൽ വൻ ലഹരിവേട്ട. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് 2500 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 2386 കിലോ ഹാഷിഷ് ഓയിലും 121 കിലോ ഹെറോയിനുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ജോയ്സ് ഡാനിയൽ നൽകും വിശദാംശങ്ങൾ. ജോയ്സ്, ഇത് ചെറിയൊരു കാര്യമേ അല്ല, ഇത്രയധികം ലഹരിയാണ് പിടികൂടിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇത്രയധികം ലഹരി പിടികൂടിയ ഈ ഒരു വൻ ലഹരി വേട്ട അത് നടന്നത്? റോഷി സൂചിപ്പിച്ചതുപോലെ അടുത്തിടെ ഇന്ത്യൻ നേവി പിടികൂടുന്ന ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ട തന്നെയാണ് ഇത്. 2500 കിലോഗ്രാം ലഹരി വസ്തുക്കളാണ് ഇന്ത്യൻ നേവി പിടികൂടിയത്. കഴിഞ്ഞ മാസം 31-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ നേവി പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അങ്ങനെ പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് തീരത്ത് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ബോട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനെ തുടർന്ന് നേവി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചതിലാണ് ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് വിലയിരുത്തുന്നു. അതിനുശേഷം അത് ഇന്ത്യൻ നേവിയുടെ കപ്പലിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അതിൽ മയക്കുമരുന്ന് കടത്തുകയായിരുന്നു എന്ന കാര്യം വ്യക്തമായത്. അതിൽ പിടിച്ചെടുത്ത ക്വാണ്ടിറ്റി തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. 2500 കിലോഗ്രാമാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. അതിൽ 2386 കിലോഗ്രാം ഹാഷിഷ് ഓയിലും 121 കിലോഗ്രാം ഹെറോയിനും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ലഹരിവേട്ട തന്നെയാണ് നേവി നടത്തിയിരിക്കുന്നത്. നേവിക്ക് ഈ ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സഹായമായത് നേവിയുടെ സ്ഥിരം ഒരു നിരീക്ഷണ വിമാനമുണ്ട്. അത് P-8I എന്നാണ്. സാധാരണ യാത്ര ചെയ്യുന്ന ഒരു വിമാനം പോലെ ഇരിക്കുമെങ്കിൽ പോലും വളരെ അത്യാധുനിക സൗകര്യമുള്ള ഈ വിമാനം ഉപയോഗിച്ചാണ് ഈ കടലിന്റെ മുകളിലൂടെ ഇത് പരിശോധന നടത്തുന്നത്. അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് ഈ പടിഞ്ഞാറൻ കടലുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ തീരത്ത് ഒരു ബോട്ട് കണ്ടെത്തുന്നത്. തുടർന്ന് ആ വിമാനത്തിൽ വെച്ച് തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തുന്നു. ബോട്ടിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ ശേഖരിച്ച വിവരങ്ങൾ പിന്നീട് നേവിക്ക് കൈമാറുന്നു. പിന്നീടാണ് നേവി NIA-യുടെ തർക്കാഷ് എന്ന കപ്പലുമായി ഈ പറയുന്ന ബോട്ടിനടുത്തേക്ക് എത്തി. കമാൻഡോ സംഘം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ മറ്റ് ഈ സംശയാസ്പദമായി കണ്ടെത്തിയ ബോട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെ ആ ബോട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 2500 കിലോഗ്രാമോളം ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ നേവി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് മിക്കവാറും അത് മുംബൈ പോലീസിനാണ് കൈമാറുന്നത്. മുംബൈ പോലീസിന് ലഹരിവേട്ട നടന്നത് തന്നെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പല ലഹരി വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഇത്തരം വലിയ വമ്പൻ ലഹരിവേട്ടകളെ കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജോയ്സ് ഡാനിയലാണ്.